പുതുവത്സര ദിനത്തിൽ BTSന്റെ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എസ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം. ഫയോ മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുന്നും 25 വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി. കേന്ദ്ര ദുർഭരണത്തിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർക്കാനൊരുങ്ങി ഡിവൈഎഫ്ഐ. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണനയെന്ന മുദ്രാവാക്യമുയർത്തിയാണ് 2024 ജനുവരി 20 മനുഷ്യച്ചങ്ങല തീർക്കുക. ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സംഘാടക സമിതി ഓഫീസ് ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു നിർവഹിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ സമര യൗവനം 2024 ജനുവരി മാസം 20 സപ്തഭാഷകളുടെ സങ്കരഭൂമിയായിട്ടുള്ള കാസർഗോഡ് നിന്നും കന്യാകുമാരി മുനമ്പിലേക്ക് തിരുവനന്തപുരത്തെ രാജ്ഭവന്റെ മുമ്പിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന സമര യൗവനം അണിചേർന്നുകൊണ്ടുള്ള മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. കേരളത്തിലെ യൗവനം ഒരു ഹൃദയവും ഒരു ശരീരവുമായി മാറിക്കൊണ്ട് ഐതിഹാസികമായ ഒരു സമര കുതിപ്പിന് കേരളത്തിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇന്ത്യയുടെ സമര യൗവനമാകെ ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് സാമ്രാജ്യത്വത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ രാജ്യത്തെ പട്ടിണിയും ദാരിദ്ര്യവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും എല്ലാമായി രാജ്യത്തെ ജനങ്ങൾ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാമൂഹിക പശ്ചാത്തലവും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ഒരുക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയ ശ്രമം രാജ്യത്തെ BJPയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ കേരളം ഇന്ന് രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിന് ആവേശവും കരുത്തും പകരുന്ന നാടാണ് കേരളം. ആ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ടുന്ന നികുതി വരുമാനം പോലും നൽകാതെ ഏകദേശം 57,500 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് കേരളത്തിലെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് വരുത്തിയിട്ടുള്ളത്. എല്ലാ മേഖലയും കേരളത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കടുത്ത റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് കടുത്ത അവഗണനയാണ് കേരളത്തോട് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെയിൽവേ ഗതാഗതത്തെ ആകെ താറുമാറാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള ചൂഷണം ആ മേഖലയിൽ നടക്കുകയാണ്. ഈ വിഷയങ്ങൾ ആകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ യൗവനം രാജ്യത്തെ DYF ഏറ്റെടുക്കുന്ന അപ്പോൾ ബംഗാളിലെയും ജമ്മു കാശ്മീരിലെയും രാജസ്ഥാനിലെ ഹരിയാനയിലെയും തമിഴ്നാട്ടിലെയും ത്രിപുരയിലും എല്ലാം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി PK മുബഷീർ, ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ്, P ഷബീർ, രതീഷ്, P ജസീർ കുരിക്കൾ, മുഹമ്മദ് ഫാരിസ്, വിപിൻ C, M ബാബർ റഹ്മാൻ, പ്രദീപ് AN, റിഷാദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. CTV ഓൺലൈൻ, എന്നും നിങ്ങളോടൊപ്പം.